രൂപയും കൂടെ പതുക്കെ അത് ഉൾപ്പെടുത്താതൊക്കെ ഞങ്ങൾക്ക് പതുക്കെ. അല്ല ഞാൻ പറഞ്ഞു അതിപ്പോ നുണ പറച്ചിലായിപ്പോവും. എല്ലാവർക്കും ഇപ്പൊ അറിയാം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനിയും പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. റെഡിയാണോ? ശരി ശരി. അല്ലല്ല സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ തലമുടിയുടെ കാര്യം തന്നെ പറയുമ്പോഴ് ഈ ടി വി അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഓരോ ദിവസം ഓരോ സുന്ദരികളായ പെൺകുട്ടികൾ വന്ന് 14 ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് അതൊക്കെ ഇങ്ങനെ മുടി വളരുന്നു, ഇത്തറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഇത് എനിക്കുള്ള ഒരു സ്വാഭാവികമായിട്ട് സംശയം, ഈ വളരുന്നു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന വ്യക്തികൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുന്നതാണോ അതൊരു പരസ്യവാചകമായിട്ട് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതിനകത്തൊരു ചെറിയ ഭയമുണ്ട്. കാരണം ഇതൊക്കെ കണ്ടു കയറി വല്ലവരും ഉപയോഗിച്ചുള്ളത് കൂടെ പോയാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അതൊന്ന്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഇപ്പം മുടി കൊഴിച്ചിലിനെ പറ്റി ഇപ്പം ഞാനിപ്പം പത്മനാഭ വൈദ്യരെ പോലെയുള്ള ഒരു എന്താ പറയുക പ്രതിഭാധനരായ വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ മുടി കൊഴിച്ചിൽ അദ്ദേഹത്തോട് സംസാരിച്ചേന്. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിന് ഈ അകമേയും പുറമേയും ഒക്കെ കാരണങ്ങളുണ്ട്. അകമുള്ള ചില നമ്മുടെ ബോഡി സിസ്റ്റത്തിലുള്ള ചില വൈകല്യങ്ങൾ. അപ്പം അത് നികത്താനാണ് ക്യാപ്സ്യൂള്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഓയിൽ മസാജ് കൂടെ വരുമ്പോൾ രണ്ടും കൂടെ ചേരുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യപൂർണ്ണമായ മുടിയുടെ വളർച്ച ഉണ്ടാകുന്നതാണ്. അതൊരു പരിധിവരെ സത്യമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ചിട്ടയായിട്ട് ഞാൻ 1 വർഷം നോക്കിയപ്പോൾ ആണ് എൻ്റെ മക്കൾക്ക് 2 പേർക്കും അമ്മയ്ക്ക് മുടിയൊക്കെ വളർന്നല്ലോ എന്ന് തോന്നുകയും എന്നാൽ പിന്നെ ഞങ്ങളോടൊന്ന് ഉപയോഗിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് മക്കളും മരുമോളും എല്ലാവരും ഇപ്പം ഹെയറോമാക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാര്യം. അപ്പോൾ ഒരാൾ ഉപയോഗിച്ചത് അനുഭവത്തിൽ നിന്നും സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് എൻ്റെ മക്കൾക്ക് തോന്നിയത് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ അങ്ങനൊരു തോന്നലുണ്ടായതിന് ശേഷമാണോ ഈ പരസ്യങ്ങളുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം അല്ലെങ്കിൽ പിന്നെ ഒരാളൊരു ഹെയർ ഓയിൽ ഇറക്കി ഒരു ക്യാപ്സ്യൂൾ ഇറക്കി എന്നാൽ തുടരെ ഒരു 10-15 പേരിൽ പല പല പേരുകളിലും ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിപ്പോവും. പിന്നെ 2 ആഴ്ച കൊണ്ട് വെളുത്ത് സുന്ദരിയായി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ഇത് വാരി തേക്കത്തില്ലേ? ഇത് അതൊക്കെ അതിൻ്റേതായ ഒരു കാലതാമസം എല്ലാത്തിനും ഉണ്ടാകും. അപ്പോൾ ഈ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഏത് പരസ്യമായാലും അവനവന് ശരിയായിരിക്കാം. ഇപ്പോൾ ഒരു പക്ഷേ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊരു നേട്ടം ഉണ്ടാകും, സ്വാഭാവികമായിട്ടും, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ പോലും അത് ഒരു വലിയ ജനതയോടെ നമ്മൾ കാണിക്കുമ്പോൾ ഞാനതുകൊണ്ടാണ് ആദ്യമായിട്ട് എന്നോട് ഹെയറോമാക്സുകാർ ചോദിച്ചു, ചേച്ചി ഞാൻ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കത്തില്ല, ഞാൻ ഏതെങ്കിലും ഒരു മീഡിയയിൽ പറയാം. അങ്ങനെയാണ് ഏതോ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഒരു ചാനലിന് വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി ഇത് പറഞ്ഞു. പക്ഷേ പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ ധൈര്യം കാണിച്ചത് 1 കൊല്ലമായിട്ട് ഞാൻ ഈ എണ്ണയും ഇതെല്ലാം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഉപയോഗിച്ചപ്പോൾ എനിക്കതുകൊണ്ടൊരു മാറ്റം ഉണ്ടായി എന്ന് എനിക്കൊരു പൂർണ്ണ ബോധ്യമായപ്പോൾ എനിക്ക് ധൈര്യപൂർവ്വം പറയാം. നാളെ എനിക്ക് പറയാമല്ലോ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് 3 കൊല്ലമായിട്ട് ഞാനിതാ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മുടി പോയ സ്ഥലങ്ങളൊന്നും ഗ്യാപ്പൊന്നും ഇല്ലാതെ മുടി ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു വെല്ലുവിളി പോലെ ഞാൻ പറയാം. അല്ലാതെ വെറുതെ ഒരു തമാശിനെ ഇപ്പോൾ ഹെയറോമാക്സുകാരെ ഒന്ന് സൂചിപ്പിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു 10 കുപ്പി ഒരു വിറ്റോട്ടെ എന്നുള്ള ഒരു അനുകമ്പം കൊണ്ടൊന്നും അല്ല. സത്യസന്ധമായിട്ട് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ ഒരു പരസ്യം പറയാനൊന്നും ഞാൻ ഇരിക്കത്തേ ഇല്ല. എന്നെ എത്ര പരസ്യത്തിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് വലിയ ചേച്ചി വേണമെങ്കിൽ എന്നെ പലപ്പോഴും ചില സാരിക്കാർ, ചില അച്ചാറുകാർ, ചില പെണ്ണുങ്ങളുടെ മരുന്നുകാരൊക്കെ വിളിച്ചിട്ടുണ്ട്. പരസ്യത്തിന് വിളിച്ചവരുടെ പേര് പോലും ഞാൻ വേണമെങ്കിൽ പറയാൻ തയ്യാറാണ്. പക്ഷേ ഇതൊക്കെ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. ഇപ്പോൾ ഒരു തുണിക്ക് പിന്നെ നമുക്ക് പോകാം. കാരണം ഒരു നല്ല സാരി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊരു നല്ല സാരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാത്ത, നമ്മളുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു പ്രോഡക്റ്റിന് വേണ്ടി എന്തെങ്കിലും പറയുക എന്ന് പറയുമ്പോൾ പ്രായമായതുകൊണ്ടായിരിക്കാം ചിലപ്പം. ഇത് ഇപ്പം വലിയ ഈ പറഞ്ഞിട്ട് കാശിന് വലിയ അത്യാവശ്യമില്ല, ജീവിച്ചു പോകാനൊക്കെ കഞ്ഞി കുടിച്ചാൽ മതിയല്ലോ, വലിയ ആർഭാടമൊന്നും എനിക്ക് വേണ്ട. കാരണം ഇപ്പം എനിക്ക് പിള്ളേർക്കൊന്നും അങ്ങോട്ട് കൊടുക്കണ്ട, ഞാൻ ജീവിച്ചാൽ പോരെ. ഞാൻ ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് അഭിനയിച്ചൊക്കെ കിട്ടുന്നൊക്കെ ഉണ്ട്, ധാരാളം മതി. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു സത്യസന്ധമായ രീതിയിലുള്ളൊരു പ്രസൻറ്റേഷൻ ആണെങ്കിൽ ഓക്കെ. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ കഷ്ടകാലത്ത് ഞങ്ങൾ നാളെ എന്തെങ്കിലും ഇതുപോലെ പറഞ്ഞു, നാളെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനത് വാങ്ങിച്ച് തേച്ചത്, 3 ആഴ്ച കൊണ്ട് തണ്ട എൻ്റെ മുഖത്ത് ഇങ്ങനെ വന്ന് എൻ്റെ മുടിയെല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടിന് മുമ്പിൽ ആരും വരുന്നല്ലോ. അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം ഞാൻ ഉപയോഗിച്ചു 3 വർഷം കൊണ്ട്. ഇപ്പോൾ സത്യമായിട്ട് പറയുകയാണ്, എനിക്ക് മുടി കൊഴിയുന്നില്ല. അത് എങ്ങനെ സംഭവിച്ചത് എനിക്ക് പറഞ്ഞുകൂടാ. ഇനി ഇതിൻ്റെ തന്നെയാണെന്നല്ലേ ഞാൻ വിശ്വസിച്ചല്ലേ വെക്കുള്ളൂ. കാരണം ഞാൻ 3 കൊല്ലമായിട്ട് ഹെയറോമാക്സ് ഉപയോഗിക്കുകയാണ്. അതാണ് അതിനകത്തെ സത്യാവസ്ഥ. ഈ പരസ്യങ്ങൾ കണ്ട് ഭ്രമിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരോട് വലിയ ചേച്ചിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇത് നല്ലതാണ് അത് നല്ലതാണ് എന്നൊക്കെ പറയുന്ന ഈ കേശ സംരക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നവരെല്ലാം അതവർ സ്വയം ഉപയോഗിച്ച് അനുഭവത്തിൽ നിന്ന് തന്നെയാണോ ഇത് പറയുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ
എന്തുകൊണ്ടാണ് ഹെയറോ മാക്സിനെ പറ്റി മല്ലിക ചേച്ചി ഇങ്ങനെ ഇരുന്ന് ഘോരഘോരം പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ മറ്റൊരു പ്രേരക ശക്തിയും എൻ്റെ പിന്നിലില്ല. ഞാൻ 3 വർഷമായിട്ട് ഹെയറോ മാക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫലം പരിപൂർണമായിട്ട് അനുഭവിച്ചിട്ടുള്ള അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് നമുക്ക് പല കാരണങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പത്മനാഭൻ വൈദ്യനെ പോലെയുള്ള പ്രഗത്ഭരായ വൈദ്യന്മാരുണ്ടാക്കുന്ന മരുന്നുകൾ, അതായത് അകമയുള്ള പോരായ്മകൾക്ക് ക്യാപ്സ്യൂളും പുറമേ ഹെയറോ മാക്സിൻ്റെ ഓയിലും, ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ഒന്നിച്ച് ചേരുമ്പോൾ മുടി സമൃദ്ധിയായിട്ട് വളരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ 3 വർഷവും ഇത് തന്നെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ഒരു സത്യം ഞാൻ പറയട്ടെ, സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ഇതൊരു പരസ്യവാചകമല്ല. 3 വർഷമായിട്ട് ഒരു തലമുടി പോലും എൻ്റെ തലയിൽ നിന്ന് കൊഴിയുന്നില്ല. അതിൽ പരമസന്തുഷ്ടയാണ് ഞാൻ. ഇതിനപ്പുറം ഒരു തെളിവ് എന്താ വേണ്ടത്? നിങ്ങളൊക്കെ കൂടെ വന്നിരുന്നിങ്ങനെ ഈ ഹെയറോ മാക്സ് പറഞ്ഞ് എന്നോട് ചോദിക്കുമ്പോൾ ഞാനത് ഇത്രയും ഒരു എന്താ പറയുക, ഊന്നി പറയുന്നതിൻ്റെ കാര്യം ഞാനത് 3 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഈ കൊച്ചു സുന്ദരിമാരൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, എല്ലാം നല്ലതായിരിക്കാം, ശരി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അവർ ഇത്രയും ഘോരഘോരം പ്രസംഗിക്കുന്നു, 3 മാസം കൊണ്ട്, 14 ദിവസം കൊണ്ട്, 2 ആഴ്ച കൊണ്ട്, 3 ആഴ്ച കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്നുണ്ടായ അനുഭവത്തിൽ നിന്ന് തന്നെയാണോ ഇത് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം 14 ദിവസം കൊണ്ടും 2 ആഴ്ച കൊണ്ടും ഒന്നും സമൃദ്ധിയായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വളർന്നിറങ്ങാന്നൊക്കെ പറയുമ്പോൾ ഈ ഇതിലുള്ള പലരെയും എനിക്ക് നേരിട്ടറിയാം. ഞാൻ പലരുടെയും കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സത്യമാണോ എന്ന് ഒരുപക്ഷെ ശരിയായിരിക്കാം, എനിക്കറിയില്ല. കാരണം ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മളത് ഉപയോഗിച്ച് നോക്കിയിട്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് സത്യസന്ധമായിട്ട് നമുക്കുണ്ടായ അനുഭവം എന്താണോ അത് വെച്ചിട്ട് ആധികാരികമായിട്ട് പറയുക. അല്ലാതെ പറയുകയാണെങ്കിൽ നമ്മളൊരു വലിയ നുണ, ഒരു വലിയ സമൂഹത്തിനെയാണ് നമ്മൾ കളിപ്പിക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരമ്മ, കാരണം എന്നെ ഒരു അമ്മയായിട്ടും ഒരു ചേച്ചിയായിട്ടും ഒക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഈ നാട്ടിൽ. അവരോട് എനിക്ക് ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിനെക്കുറിച്ച്, അല്ല ഇത് 3 ദിവസം കൊണ്ട് നിങ്ങൾ സുന്ദരിയാവും, 6 ദിവസം കൊണ്ട് മുടി ഇഞ്ഞ് താഴെ കിടക്കുമെന്നൊക്കെ പറയുന്നതിന് എനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ മാത്രമല്ല, കാരണം എനിക്കൊരു വർഷം ഉപയോഗിച്ചു, എനിക്ക് നല്ലതുപോലെ അതുകൊണ്ടൊരു ഫലം ഉണ്ടായി എന്ന് കണ്ടപ്പോഴാണ് എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം ഇത് ഉപയോഗിക്കാനൊരു പ്രേരണ ഉണ്ടായത്. കാരണം അമ്മയുടെ അനുഭവമാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് എന്തൊരു മാറ്റം അമ്മയുടെ തലമുടിക്ക് എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാവർക്കും അതിൻ്റേതായ പ്രയോജനമുണ്ട്. ഇപ്പം മുടി കൊഴിച്ചിൽ കുറഞ്ഞു, നമുക്ക് ഗ്യാപ്പുകളിലൊക്കെ മുടി ഫില്ലാവുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ അനുഭവം മറ്റൊരാളായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആരുടെ അനുവാദമുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും. അതിനെ ഒരു പരസ്യചിത്രത്തിൽ അഭിനയിക്കേണ്ട, ആരുടെ നിന്ന് ഒരു 10 പൈസ വാങ്ങിക്കേണ്ട, നമുക്ക് സ്വതന്ത്രമായിട്ട് ഇതുപോലെ നിങ്ങളെല്ലാം കൂടെ വന്നൊരു ക്യാമറ കൊണ്ടിരുന്നാൽ ഞാൻ പറയാൻ തയ്യാറാണ്. അല്ലാതെ എനിക്കൊരു ബന്ധമില്ലാത്ത പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കില്ല, സംശയമേ വേണ്ട.